സുഹൃത്തുക്കളെ, നമ്മുടെ ഭൂമിയിൽ യാതൊരു പരിധിയുമില്ലാതെ വൈദ്യുതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയിരിക്കും? നമ്മുടെ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാനും AC പ്രവർത്തിപ്പിക്കാനും ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാനും ഒന്നും നമ്മൾ പണം കൊടുക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരു സയൻസ് ഫിക്ഷൻ നോവലിലെ കഥ പോലെ തോന്നാമെങ്കിലും കഴിഞ്ഞ 70 വർഷത്തിലേറെയായി വളരെ കുറഞ്ഞ ചിലവിൽ ആളുകൾക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിയുന്ന പദ്ധതി ലോകത്തിൽ നിലവിലുണ്ട്. അതിൻ്റെ പേരാണ് ആണവോർജം അല്ലെങ്കിൽ ആണവ നിലയങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന 24 മണിക്കൂറും നമുക്ക് കൃത്യമായ രീതിയിൽ വോൾട്ടേജോടുകൂടി കിട്ടുന്ന, സൂര്യൻ്റെയോ കാറ്റിനെയോ ആശ്രയിക്കാതെ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന വാതകങ്ങൾ പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആണവ നിലയങ്ങളെന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ് ചുളിയുന്നുണ്ട്. കാരണം ആണവ നിലയങ്ങൾ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഭയവും മറ്റൊരുപാട് കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഉദാഹരണത്തിന് ചെർണോബിൽ പോലെയുള്ള. എന്നാലും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ചെറിയ പട്ടണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിക്ക് വേണ്ടിയോ ഡാറ്റാ സെൻറ്ററിന് വേണ്ടിയോ 1 ഏക്കറിനകത്ത് സ്ഥാപിക്കാൻ കഴിയുന്ന ചെറിയ ടൈപ്പ് ആണവ നിലയങ്ങൾ, സുരക്ഷിതമായ ആണവ നിലയങ്ങൾ ലോകത്തുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഭാവിയിൽ സസ്റ്റൈനബിളായിട്ട് മനുഷ്യർക്കെല്ലാം ആവശ്യമായ ഊർജ്ജം ഉണ്ടാക്കണമെങ്കിൽ ആണവ നിലയങ്ങൾ തന്നെ വേണം എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകാം, ആശങ്കകൾ ഉണ്ടാവാം. പരമാവധി അത്തരം ചോദ്യങ്ങളെ ഞാനിതിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കമൻറ്റിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ലോകത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആണവ നിലയങ്ങളില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആണവോർജ്ജം വഴി ഉണ്ടാക്കുന്ന ആണവ നിലയങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കത്തിൽ വലിയ തോതിലുള്ള ഭാരങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. സർക്കാരുകളെ വിയർപ്പിക്കുന്ന, നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്ന, പൗരന്മാരെ അസ്വസ്ഥരാക്കുന്ന തരത്തിലുള്ള വെല്ലുവിളികൾ. ദുരന്തമുണ്ടാകുമോ എന്നുള്ള ഭയം, ഇതിൻ്റെ മാലിന്യം എന്തു ചെയ്യും, വലിയ ചെലവ്, ഇനിഷ്യൽ ചെലവ്, കോംപ്ലക്സിറ്റി, അങ്ങനെ പല കാര്യങ്ങളും തുടക്കത്തിൽ ഇതിൽ കരിനിഴൽ വീഴ്ത്തിയ പ്രശ്നങ്ങളാണ്. പഴയ ഭീമൻ റിയാക്ടറുകളേക്കാൾ ചെറുതും ചെലവ് കുറഞ്ഞതും വേഗത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതുമായ സുരക്ഷിതമായ ആണവ റിയാക്ടറുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരിടത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സമ്മതിക്കൂ? ഇതൊരു സങ്കല്പമല്ല. ഇതിനോടകം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യയുടെ ഒരു പുതിയ തലമുറ മെത്തേഡ് സത്യത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഊർജത്തിൻ്റെ നിയമങ്ങളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ അഥവാ SMRകൾ എന്ന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ പവർ പ്ലാന്റുകൾ സത്യത്തിൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ആണവ നിലയങ്ങളിൽ നിന്ന് അതേ പ്രവർത്തനത്തിൽ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ സൈസ് വൈസും സേഫ്റ്റി വൈസും ഡിഫറൻ്റ് ആയിട്ടുള്ള ചില മെത്തേഡുകളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. വളരെ മോഡുലാർ ആയതും വിപ്ലവകരമായിട്ടുള്ള രീതിയിലുള്ള സാധ്യതകളുമൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ആണവോർജം ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല, അതൊരു സാംസ്കാരിക പ്രശ്നം കൂടിയാണ്. ശുദ്ധമായ ഒരു ഊർജ്ജം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, മനുഷ്യന് ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുക തന്നെ വേണം. സോ അണു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയത്തോടെ അല്ല, മറിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി വേണം തുടങ്ങാൻ. ചെറിയ മോഡുലാർ റിയാക്ടറുകൾ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പരമ്പരാഗതമായിട്ടുള്ള ആണവോർജം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അതിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു വശമെന്ന് പറഞ്ഞാൽ ആണവോർജം മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്ന ചെറിയ കണികകളായ ആറ്റങ്ങളെ പിളർന്നതിന് ശേഷം അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വലിയ ഊർജ്ജത്തെ കൃത്യമായി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ ആണവ റിയാക്ടറുകളിലും അണുബോംബുകളിലും പൊതുവെ സംഭവിക്കുന്നത്. ഈ പ്രക്രിയയെ നമ്മൾ അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് എന്ന് വിളിക്കുന്നു. ഒരു റിയാക്ടറിൻ്റെ ഉള്ളിൽ യുറേനിയം, പ്ലൂട്ടോണിയം പോലെയുള്ള റേഡിയേഷൻ പുറത്തുവിടുന്ന അൺസ്റ്റേബിളായ, അതായത് അടങ്ങിയിരിക്കാൻ കഴിയാത്ത ആറ്റങ്ങളെ വേഗത്തിലുള്ള ന്യൂട്രോണുകൾ ഉപയോഗിച്ച് ഇടിച്ച് പിളർന്ന്, അങ്ങനെ പിളരുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന താപത്തെയാണ് പൊതുവിൽ വെള്ളം ചൂടാക്കി സ്റ്റീമാക്കിയിട്ട് ആ സ്റ്റീമിനെ ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റർ കറക്കി വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ അണക്കെട്ടുകളെ നോക്കിയാൽ മതി. അണക്കെട്ടുകളിൽ നിന്ന് ശക്തമായിട്ടുള്ള വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൊണ്ട് ടർബൈൻ കറങ്ങി നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു. അപ്പോൾ ശക്തമായ ഒഴുക്കിൽ വെള്ളം വരുന്ന ആ ഒരു പ്രോസസ്സിന് പകരം ആവി എഞ്ചിനുകളിലും മറ്റും ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് വെള്ളം നീരാവിയാക്കി ആ നീരാവിയുടെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ, ടർബൈൻ കറക്കി എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ കഴിയും. സോ ഒരു വിരൽത്തുമ്പിൻ്റെ അത്ര സൈസുള്ള ചെറിയൊരു യുറേനിയം ഇന്ധനത്തിൻ്റെ പെല്ലറ്റ്, ഒരു ചെറിയ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് 1000 കിലോഗ്രാം കൽക്കരിയുടെയോ ഏകദേശം 150 ഗാലൻ പെട്രോളിയത്തിൻ്റെയോ തുല്യമായ ഊർജ്ജം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ഈ പ്രക്രിയ അത്രത്തോളം മിടുക്കുള്ളതാണെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്.
ഒന്നാമതായി, ഇങ്ങനെ ഒരു വിഘടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് താപം പുറത്തേക്ക് വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. രണ്ടാമതായി, ആ ഒരു സംവിധാനത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം, അതൊരു ചെറിയ പ്രശ്നമായാൽ പോലും അത് ബോംബ് പൊട്ടുന്നത് പോലെ ദുരന്തമായി മാറാൻ പാടില്ല. മൂന്നാമതായി, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിലുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ പറയുന്ന ആഹാരത്തിൻ്റെ വേസ്റ്റോ കോറി വേസ്റ്റോ ഇലക്ട്രോണിക് വേസ്റ്റോ അല്ല. ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള റേഡിയേഷൻ പുറത്തുവിടുന്ന മാലിന്യം ആയിരക്കണക്കിന് വർഷങ്ങളോളം റേഡിയോ ആക്റ്റീവായി തുടരും എന്നുള്ളതും, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായാൽ ആ സ്ഥലം മുഴുവൻ നമുക്ക് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ദോഷകരമായിട്ട് മാറും എന്നുമൊക്കെയുള്ള ഭയമുണ്ട്. സോ ചെർണോബിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഒരു ദുരന്തം. എന്നാൽ ചെർണോബിൽ ആണവ നിലയത്തിൽ സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയും അതിൻ്റെ സുരക്ഷാ വീഴ്ചകളും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് വച്ച് ആണവ നിലയങ്ങൾ ദോഷമാണ് എന്ന് പറയുന്നത് ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരുന്ന ഒരു കാറുണ്ടാക്കിയ ആക്സിഡൻറ്റ് വെച്ച് ഇപ്പോഴുള്ള മോഡേൺ കാറുകൾ പെട്ടെന്ന് അപകടമുണ്ടാക്കുമെന്ന് പറയുന്നത് പോലെയാണ്. 2011 മറ്റൊരു സംഭവം ഉണ്ടായല്ലോ. ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയം തകർന്നു. അത് സുനാമി കാരണമാണ് തകർന്നത്, വേറൊരു കാരണം കൊണ്ടല്ല. പക്ഷേ ആ ആണവ നിലയം അവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് മലിനീകരണം ഉണ്ടാവുകയും ആ പ്രദേശം റേഡിയോ ആക്റ്റീവായി മാറുകയും ചെയ്തു. എന്നാൽ ആളുകൾക്ക് നേരിട്ട് അതിൽ നിന്ന് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. സോ നമ്മൾ നോക്കുമ്പോൾ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആണവ പരിപാടികൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നുണ്ട്. അതേസമയം ഇതുണ്ടായത് പൊതുജനത്തിൻ്റെ ധാരണ അല്ലെങ്കിൽ അവരുടെ വിഷമത്തിൽ നിന്നും പേടിയിൽ നിന്നുമാണ്. ആണവോർജ്ജത്തിന് ഇനി ഭാവിയില്ല എന്ന് വരെ പറഞ്ഞു. അതൊരു അപകട സാധ്യതയെ മാത്രം ആളുകൾ കണ്ടു. ഒരു ആണവ നിലയം നിർമ്മിക്കാൻ ഏകദേശം ഒരു 8,000 കോടിയിലധികം ചിലവും വരും. അതിനാൽ സർക്കാരുകൾ ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും റീതിങ്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ തുടങ്ങി വെച്ചിട്ട് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അത്രയും പൈസയും പോവും, ചിലപ്പോൾ ആളുകൾ സമരം ചെയ്യും. അതുകൊണ്ട് തന്നെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടും സമതലങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടും ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം നാച്ചുറലായിട്ടുള്ള സസ്റ്റൈനബിൾ എനർജി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പലരും വിചാരിച്ചത്. എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ സോളാർ പാനലുകളും കാറ്റാടിപ്പാടങ്ങളും ഒറ്റ നോട്ടത്തിൽ സുരക്ഷിതമായിട്ടും സസ്റ്റൈനബിളായിട്ടും തോന്നുമെങ്കിലും അവയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. രാത്രിയും മഴമേഘങ്ങളാൽ സൂര്യനില്ലാത്ത സമയത്തും ഒക്കെ തന്നെ സോളാർ പാനൽ പ്രവർത്തിക്കില്ല. പിന്നെ സോളാർ പാനലിന് ഒരു കാലയളവുണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കുറയും. കാറ്റാടിപ്പാടങ്ങളും അങ്ങനെയാണ്, എപ്പോഴും കാറ്റുണ്ടാകണമെന്നില്ല. മാത്രമല്ല അതിന് തീപിടിക്കാനും തകരാനുമുള്ള സാധ്യത കൂടുതലാണ്. പക്ഷികൾക്കും മറ്റും ഭീഷണിയാണ്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ചിലവോ, ഈ സോളാർ പാനൽ ഉണ്ടാക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ല രീതിയിൽ കാർബൺ പുറത്തു വിടുന്നുണ്ട്. കാറ്റാടിപ്പാടങ്ങളുടെ കാര്യവും അങ്ങനെയാണ്. ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചാലോ, സോളാർ പാനൽ പാഴിപ്പോയാൽ അത് ഡിസ്പോസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത് മലിനീകരണമാണ്. കാറ്റാടിപ്പാടങ്ങളും ഇതുപോലെ ഡിസ്പോസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ചെറിയ ആണവ നിലയങ്ങളുടെ സാധ്യത കടന്നു വരുന്നത്. വളരെ വലിയ സൈസുള്ള കൂളിംഗ് ടവറുകളോ 10-20 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാതെ ഒതുക്കമുള്ളതും മോഡുലാറായതും വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കാനും കഴിയുന്ന ആണവ നിലയങ്ങളുടെ സാധ്യതകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഫാക്ടറികൾ ഉണ്ടാക്കി കയറ്റി അയക്കാൻ കഴിയുന്നത്ര ചെറിയ ആണവ നിലയങ്ങളെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കുക. ആണവ ഭീമന്മാരിൽ നിന്നും ലിഗോ ബ്ലോക്കുകൾ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുഞ്ഞൻ റിയാക്ടറുകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും ഈ മോഡുലാർ റിയാക്ടറുകളിൽ ആണവ ഇന്ധനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിലുള്ള ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ചെറിയ മെത്തേഡാണ്. അതായത് യുറേനിയം പോലെയുള്ള ആണവ ഇന്ധനങ്ങൾ സൂക്ഷിക്കുന്ന ചെറിയ ഒരു ചേമ്പറും അതിൽ നിന്ന് വരുന്ന ചൂടിനെ കൃത്യമായ രീതിയിൽ സ്റ്റീമാക്കി മാറ്റി ആ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സംവിധാനം. ഈ സംവിധാനം പല പാർട്ടുകളായി നമുക്ക് ഫാക്ടറികളിൽ നിന്ന് മാറ്റി ട്രക്കിൽ കയറ്റി എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കാനും ഒരു വലിയ ബാറ്ററി പോലെ സ്ഥാപിക്കാനും കഴിയുന്ന സംവിധാനമാണ് സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ എന്ന് പറയുന്ന അഥവാ SMRകളുടെ ഒരു പ്രവർത്തനം. വളരെ ചെറുതും ഫാക്ടറിയിൽ നിർമ്മിച്ചതുമായ ഈ ഉപകരണത്തിന് വളരെ വലിയ ചെലവോ ഒരുപാട് കാലം നിർമ്മിക്കാനുള്ള സമയമോ ഒന്നും ആവശ്യമില്ല. പകരം വളരെ വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ 2 വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സ്ഥാപിക്കും. അങ്ങനെ ഓരോ SMRകൾക്കും ഏകദേശം 20 മെഗാവാട്ടോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ പട്ടണമോ ഒരു ഫാക്ടറിയോ ഒരു ഡാറ്റാ സെൻറ്ററോ ഒക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് 1/2 ഏക്കർ സ്ഥലത്തിന് താഴെയുള്ള ഒരു ഏരിയയിൽ മാത്രം ഇത് സ്ഥാപിച്ചാൽ മതി. നഗരപ്രദേശങ്ങളിലും ദ്വീപുകളിലും വിദൂരമായിട്ട് വൈദ്യുതി എത്താത്ത പ്രദേശങ്ങളിലും ഇത് അനുയോജ്യമാണ്. നിർമ്മാണ സമയമോ 2 വർഷത്തിൽ താഴെ മാത്രം മതി. ഒരു പരമ്പരാഗത പ്ലാന്റ് നിർമ്മിക്കാൻ 10 വർഷം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതും അപകട സാധ്യത കുറഞ്ഞതുമാണ് SMRകൾ. അതിലെ ഏറ്റവും മുൻനിരയിലുള്ളൊരു കമ്പനിയാണ് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ലാസ്റ്റ് എനർജി എന്ന കമ്പനി.
ലോകത്തിൽ 60% റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ എന്ന സാങ്കേതിക വിദ്യ തന്നെയാണ് ലാസ്റ്റ് എനർജിയും തങ്ങളുടെ ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് കണ്ടെത്തിയില്ല, പകരം നിലവിലുള്ള സംവിധാനത്തെ ചെറുതാക്കുകയും ആധുനികമാക്കുകയും ചെയ്തു. അങ്ങനെ നിർമ്മിക്കുന്ന ഓരോ SMRഉം ഒരേ മോഡലിലുള്ളതാണ്. ഒരേ സവിശേഷതകൾ, ഒരേ വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുകയും വേഗത്തിൽ റെഗുലേറ്ററി അംഗീകാരം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേകത ലാസ്റ്റ് എനർജി പോലെയുള്ള കമ്പനികളുടെ SMRകൾക്കുണ്ട്. പോളണ്ട്, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ ലാസ്റ്റ് എനർജി പലതരത്തിലുള്ള കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ട്. സോ ഒതുക്കമുള്ള ഇത്തരത്തിലുള്ള പല റിയാക്ടറുകളും വിശ്വസനീയമായ രീതിയിൽ അവർ കയറ്റി അയക്കുന്നു എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രോട്ടോടൈപ്പ് ഒന്നുമല്ല, പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ആദ്യത്തെ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായി ആളുകൾ സുരക്ഷിതമായി കൺസിസ്റ്റൻ്റായിട്ട് വൈദ്യുതി കിട്ടുന്ന ഒരു സാധ്യതയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. സുരക്ഷാ ആശങ്കകളെക്കുറിച്ച് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. എല്ലാത്തിനുപരി ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ചെറിയ ആണവ റിയാക്ടറുകൾ ഒരു സ്ഥലത്ത് നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ അപകട സാധ്യത കൂടില്ലേ എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഉത്തരവാണുള്ളത്. ഈ ആണവം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഈ അണുബോംബ് അല്ലെങ്കിൽ ചെർണോബിലിലെ ആളുകൾ കഷ്ടപ്പെട്ടത് ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ റേഡിയേഷൻ സ്യൂട്ടുകൾ, ഉപേക്ഷിക്കപ്പെട്ട ചെർണോബിലിലെ ഭയാനകരമായിട്ടുള്ള ചിത്രം, അല്ലെങ്കിൽ റേഡിയേഷൻ വേസ്റ്റ് നിറഞ്ഞൊരു വീപ്പ, അതിൽ മഞ്ഞ കളറിൽ റേഡിയേഷൻ്റെ അപകടത്തിൻ്റെ സിമ്പൽ കൊടുത്തിരിക്കുന്നു. സോ നമ്മൾ ആണവോർജ്ജത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് ബോംബ് പോലെ പൊട്ടിത്തെറിക്കുകയോ റേഡിയേഷൻ പുറത്തുവിടുകയോ ചെയ്യുമോ? 2020 അവർ വേൾഡ് ഇൻ ഡാറ്റ എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു പഠനത്തിൽ ലോകത്തുള്ള പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ടെറാവാട്ട് മണിക്കൂർ വൈദ്യുതിക്കും ഉണ്ടാകുന്ന മരണങ്ങളെയും താരതമ്യം ചെയ്ത ഒരു സമഗ്ര പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവർ കണ്ടെത്തിയത് കൽക്കരിയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന അല്ലെങ്കിൽ ദോഷകരമായിട്ട് മാറുന്ന ഒരു ഊർജ്ജ സ്രോതസ്സ്. അതായത് ഓരോ ടെറാവാട്ട് അവറിനും 32ലധികം മരണങ്ങൾ നടക്കുന്ന രീതിയിലാണ് ഫോസിൽ ഇന്ധനമായിട്ടുള്ള കൽക്കരിയുടെ പ്രവർത്തനം ഉണ്ടാക്കുന്നത്. അത് കൽക്കരി ഖനിയിൽ പ്രവർത്തിച്ച് ആളുകൾക്ക് അപകടം പറ്റുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യം മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടായി മരിക്കുന്നതും വരും. പെട്രോളിൻ്റെ കാര്യവും വ്യത്യാസമല്ല, പ്രകൃതിവാതകത്തിൻ്റെ കാര്യവും വ്യത്യാസമല്ല. അതിലൊക്കെ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിന് 1 ടെറാവാട്ട് അവറിന് 0.04 മരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. സോളാറിൻ്റെ കാര്യമെടുത്താൽ 0.02 ആണ്. ഏകദേശം നമ്മൾ ഈ പറയുന്ന ആണവോർജ്ജത്തിൻ്റെ അടിസ്ഥാനം നോക്കിയാലും ഓരോ ടെറാവാട്ട് അവറിന് 0.03 മരണങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതായത് കാറ്റിനേക്കാൾ സുരക്ഷിതമാണ് ആണവോർജ്ജം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ചെർണോബിലും ഫുക്കുഷിമയുമാണ്, ചരിത്രത്തിലെ ഏറ്റവും മോശമായ ആണവ ദുരന്തങ്ങൾ. എന്നാൽ ചെർണോബിലിൽ ഒറ്റയടിക്ക് ദുരന്തം കൊണ്ട് മരിച്ചത് 30നും 60നും ഇടയിലുള്ള ആളുകളും പിന്നീട് ദീർഘകാലമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കൊണ്ടുമാണ് സംഭവിച്ചത്. എങ്കിലും സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ചിരുന്ന RBMK റിയാക്ടറുകളുടെ ഒരു ഡിസൈൻ പിഴവാണ് സത്യത്തിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്നത്തെ ഒരു ആധുനിക റിയാക്ടറിലും ഈ ഡിസൈൻ ഉപയോഗിക്കുന്നില്ല. ഫുക്കുഷിമയിൽ 2011 സുനാമിയാണ് കാരണമായത്. ഈ സുനാമിയൊക്കെ ഉണ്ടായ ആണവ നിലയൊന്നല്ല, ഏത് ബിൽഡിങ്ങും എവിടെയും ആളുകൾക്ക് ദുരന്തം ഉണ്ടാവുകയും മരണമുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. സോ ലാസ്റ്റ് എനർജി അവരുടെ ഡിസൈനിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഈ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു ആണവ ഇന്ധനത്തെ ഭൂഗർഭ അറകളിലാണ് സൂക്ഷിക്കുന്നത്, മണ്ണിനടിയിൽ സൂക്ഷിക്കുന്നു. വളരെ അപൂർവമായ സാഹചര്യത്തിൽ മാത്രമേ റേഡിയോ ആക്റ്റീവ് കണികകൾ വായുവിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. 0 അല്ല, പക്ഷേ അവർ കൃത്യമായ രീതിയിൽ അതിനെ സീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കോറുകൾ അല്ലെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അത്രത്തോളം ചൂടാകുന്നില്ല, ചെറിയ രീതിയിൽ ചൂടാകും. ആ ചൂടിനെയാണ് പ്രധാനമായിട്ടും സ്റ്റീം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ സ്റ്റീം റേഡിയേഷൻ കലരാത്ത വെള്ളവുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ടർബൈൻ കറക്കും. സോ ഇതിൻ്റെ ഏറ്റവും ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ മാത്രമേ റേഡിയേഷൻ്റെ സാധ്യതയുള്ളൂ. പുറത്തു വരുന്ന വെള്ളം റേഡിയേഷനിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ കോട്ട് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്നതാണ്. ഭൂഗർഭമായിട്ടുള്ള അറകളിൽ ഇത് സൂക്ഷിച്ചാൽ വെള്ളത്തിലും നദിയിലുമൊക്കെ എത്തില്ല എന്നൊരാശങ്കയുണ്ട്. പക്ഷേ നല്ല രീതിയിലുള്ള പ്രാദേശിക പഠനം നടത്തിയിട്ട് അത്തരത്തിൽ കൃത്യമായി സീല് ചെയ്ത സ്ഥലങ്ങളിലായിരിക്കും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. നമുക്കറിയാം ഗവൺമെൻറ്റൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണ് ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഫാക്ടറികളുടെ അടുത്തും മറ്റും പട്ടണത്തിൻ്റെ അടുത്തുമൊക്കെ സ്ഥാപിക്കാൻ എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയായിരിക്കും ഇത് ചെയ്യുക. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണവം എന്ന് പറയുമ്പോൾ അത് ബോംബല്ല, പകരം കൽക്കരിയും പ്രകൃതിവാതകവും പെട്രോളിയവും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ദുരന്തങ്ങളെക്കാൾ വളരെ വളരെ ദുരന്തം കുറഞ്ഞതും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള എനർജി തരുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തൊരു കാര്യം, മാലിന്യം. ആണവ വികിരണം ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് വരില്ലേ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ
ആണവ നിലയങ്ങളിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് മാലിന്യം പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഈ കേട്ട് പരിശീലിച്ച തിളങ്ങുന്ന പച്ച ദ്രാവകമോ മരുഭൂമിയിൽ കുഴിച്ചിട്ട വിഷവീപ്പകളോ അല്ലെങ്കിൽ ആയുഷ്കാലം നിലനിൽക്കുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളോ അങ്ങനെയൊന്നും അല്ല. പകരം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുറച്ച് യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാൻ അതിൽ നിന്ന് റേഡിയേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ എഫിഷ്യൻസി കുറയാനായിട്ട് തുടങ്ങും. അതായത് പൂർണ്ണമായും നമുക്ക് റേഡിയേഷനെ ഉപയോഗിക്കാൻ കഴിയില്ല. ഏകദേശം 5 വർഷത്തെ ഉപയോഗത്തിന് ശേഷം അതിൻ്റെ കാര്യക്ഷമത കുറയും. അതുകൊണ്ട് അത് നീക്കം ചെയ്യും. എന്നാൽ അതിൽ നിന്ന് പിന്നെയും റേഡിയേഷൻ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഈ ഉപയോഗിച്ച ഇന്ധനത്തെയാണ് നമ്മൾ സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് വിളിക്കുന്നത്. ആ സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവലിൻ്റെ ഏകദേശം 3% താഴെ മാത്രമാണ് യഥാർത്ഥ തലത്തിലുള്ള മാലിന്യം. അതായത് ആയിരക്കണക്കിന് വർഷങ്ങളോളം അപകടകരമായി തുടരുന്നത് 3% താഴെ മാത്രമാണ്. ബാക്കിയുള്ളവ ഏകദേശം 100 വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും റേഡിയേഷൻ നഷ്ടപ്പെടുന്നവയാണ്. അപ്പോൾ അതിൻ്റെ അളവ് എത്രത്തോളം ലോകത്ത് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്? ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഒരു ഒളിമ്പിക്സ് നീന്തൽക്കുളത്തിൻ്റെ പകുതി മാത്രം നിറയ്ക്കാൻ കഴിയുന്നത്ര ചെറിയ അളവിലാണ് എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നുള്ള മാലിന്യവും കിട്ടുന്നത് അല്ലെങ്കിൽ ഉണ്ടായി വരുന്നത്. കൽക്കരിയും എണ്ണയും ഒക്കെ തന്നെ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പ്രകൃതിയിലേക്ക് വിടുന്നുണ്ട്, അല്ലെങ്കിൽ വിഷകരമായിട്ടുള്ള ചാരം ഉണ്ടാക്കുന്നുണ്ട്, മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ സത്യത്തിൽ വായു, വെള്ളം, മണ്ണ് എന്നിവയെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ന്യൂക്ലിയറാണ് കുറച്ചുകൂടെ സേഫായിട്ട് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ മാലിന്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെൻഡായിട്ടുള്ള ഫ്യൂവൽ റോഡുകൾ, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ റിയാക്ടറുകളിൽ നിന്ന് സുരക്ഷിതമായി നീക്കം ചെയ്ത് ഒരു കൂളിംഗ് പൂളിനകത്തേക്ക് വയ്ക്കുന്നു. അങ്ങനെ അത് റേഡിയേഷനെ തടയുകയും ഈ ഒരു പദാർത്ഥത്തിൻ്റെ ചൂട് കുറയുകയും ചെയ്യും. അതിനുശേഷം ഈ വെള്ളത്തിനകത്ത് നിന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനെ പുറത്തെടുത്ത് റേഡിയേഷനും ചൂടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡ്രൈ കാസ്കുകളിലേക്ക് മാറ്റും. അതായത് വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നറുകളുടെ അകത്ത് വെൽഡ് ചെയ്ത് വച്ച് അതിനകത്ത് കോൺക്രീറ്റ് നിറച്ച് 40 വർഷത്തോളം സുരക്ഷിതമായി നിൽക്കുന്ന രീതിയിലുള്ള വീപ്പകൾക്കകത്താണ് ഇത് മാറ്റുന്നത്. റേഡിയോ ആക്റ്റീവ് സ്റ്റോക്ക് പൈലുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സാധനമാണ്. ഈ കാസ്കുകൾ കർശനമായ നിയന്ത്രണത്തോടെയും സുരക്ഷിതത്വത്തോടെയും കൂടിയാണ് സംഭരിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഉണ്ടാക്കിയ സാധനത്തെ പിന്നെ എങ്ങോട്ട് മാറ്റും? സത്യത്തിൽ പല രാജ്യങ്ങളും ചെയ്യുന്നത് ഡീപ്പ് ജിയോളജിക്കൽ ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. സീൽ ചെയ്ത കാസ്കുകളെ മണ്ണിനടിയിൽ ആഴത്തിലുള്ള അറകൾ ഉണ്ടാക്കി ഭൗമശാസ്ത്രപരമായിട്ട് സ്റ്റേബിളായ പ്രദേശത്തേക്ക് ഇട്ട് മൂടി കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കും. അവിടെ പിന്നീട് ഭൂകമ്പം ഉണ്ടായാൽ പോലും ഇത് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് കുഴിച്ചിടുന്നത്. എന്നിട്ട് അവിടെ കളിമണ്ണ്, പാറ, കോൺക്രീറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും അടയ്ക്കും. ഈ ഒരു സംവിധാനം ഫിൻലൻഡിൽ ലോകത്തിൽ ആദ്യമായി പ്രവർത്തനം ഉടനെ തുടങ്ങാൻ പോവുകയാണ്. ആണവ മാലിന്യത്തിൻ്റെ സംഭരണം എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ഗെയിം ചേഞ്ചറാണ്. ഇതിനധികം സ്ഥലമൊന്നും എടുക്കില്ല. മാത്രമല്ല ഈ SMRകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ഉപകരണത്തിനകത്ത് എന്താ സംഭവിക്കുന്നത്? അവരുടെ ഉപകരണത്തിലുള്ള റിയാക്ടർ ചേമ്പറുകളിൽ സ്പെൻഡ് ഫ്യൂവൽ 5 വർഷം കൂടുമ്പോൾ നീക്കം ചെയ്യണം. പകരം അവർ നീക്കം ചെയ്യുന്ന സമയത്ത് ഒരു ബാറ്ററി ഇളക്കി മാറ്റുന്നത് പോലെ സുരക്ഷിതമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഒരു യൂണിറ്റായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിനെ സീൽ ചെയ്ത് നീക്കം ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ചോർച്ചയില്ല, സങ്കീർണമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലില്ല. പ്ലഗ് ഊരുക, കയറ്റി അയക്കുക, സംഭരിക്കുക. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടെയ്ൻമെൻറ്റ് വെസലായിട്ട് ഇത് മാറുകയും ഇതിനെ കൃത്യമായ രീതിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ആണവത്തിൻ്റെ ഏറ്റവും വിഷകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിനെ പ്ലഗ് ആൻഡ് ഡിസ്പോസൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ചെറിയ രൂപത്തിലുള്ള ആണവ നിലയങ്ങൾക്കകത്ത് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പുതിയ ഫ്യൂവൽ റോഡ് വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് വീണ്ടും വൈദ്യുതി ഉണ്ടാക്കാം. ഇനി ഈ ഇളക്കിക്കൊണ്ടുപോയ സ്പെൻഡ് ചെയ്ത റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിൽ പിന്നെയും റേഡിയേഷൻ ഉണ്ടല്ലോ, അതിനെ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാലോ? അതൊരു ഫാൻറ്റസി അല്ല. അതാണ് ക്ലോസ്ഡ് ഫ്യൂവൽ സൈക്കിളിൻ്റെ ആശയം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് പല രാജ്യങ്ങളും ആണവ മാലിന്യത്തിൽ നിന്നും റേഡിയേഷൻ്റെ ആ ഒരു കഴിവ് വീണ്ടും വേർതിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് വീണ്ടും വൈദ്യുതി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇന്നത്തെ ആണവ മാലിന്യം നാളത്തെ ശുദ്ധമായ ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് ക്ലോസ്ഡ് ഫ്യൂവൽ സൈക്കിൾ. ജപ്പാനിലെ ഫെഡറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ കമ്പനീസ് സ്പെൻഡ് ന്യൂക്ലിയറിനെ പുനരുപയോഗം ചെയ്യുന്നതിൽ മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായ ഭാഗങ്ങൾ വേർതിരിച്ച് പുതിയ ഇന്ധനമാക്കി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. മാത്രമല്ല പതിറ്റാണ്ടുകളായി പല കമ്പനികളും ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. സ്പെൻഡ് ഫ്യൂവലിനെ MOX അല്ലെങ്കിൽ മിക്സഡ് ഓക്സൈഡ് ഫ്യൂവലാക്കി മാറ്റുകയാണ് ഇവിടെ പൊതുവെ ചെയ്യുന്നത്. UK, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിൽ നിന്നും ഇന്ധനം വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും പരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ല. US ഇപ്പോഴും ഒറ്റത്തവണ അഥവാ സിംഗിൾ യൂസേജ് ആയിട്ടാണ് ഈ ആണവ ഇന്ധനങ്ങളെ ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് തന്നെ യുറേനിയം ഖനനം ചെയ്യുക, സമ്പുഷ്ടമാക്കുക, അതിന് ഉപയോഗിക്കുക, അതിനുശേഷം എന്നേക്കുമായി ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലായിട്ട് സംരക്ഷിക്കുക അല്ലെങ്കിൽ വേസ്റ്റായിട്ട് സംരക്ഷിക്കുക. ഇത് വളരെ വിലയേറിയ ഊർജ്ജം പാഴാക്കലാണെന്ന് ഞാൻ പറയും. കൂടാതെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ മാലിന്യങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയും ഇവിടെ ഉണ്ടാകും. ഇതിനു പിന്നിൽ അമേരിക്കൻ രാഷ്ട്രീയവും അവിടെയുള്ള ആളുകളുടെ ആശങ്കയും ഒക്കെയാണ് എന്ന് നമുക്കറിയാം. എങ്കിലും കൃത്യമായ രീതിയിൽ സാങ്കേതിക വിദ്യ വളർത്തിയെടുത്താൽ ആണവ മാലിന്യത്തെ പുനരുപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ന്യൂക്ലിയർ ഇന്ധനങ്ങൾ ദോഷകരമായിട്ടുള്ള കാര്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും നമുക്ക് കൃത്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും സയൻറ്റിഫിക്കലി ഹാൻഡിൽ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായതും വില കുറഞ്ഞതുമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് സത്യത്തിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ ലോകത്ത് പല രാജ്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഈ ക്ലീൻ എനർജി, ആണവോർജ്ജത്തിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ വൈദ്യുതി ഉണ്ടാക്കി അൺഇൻട്രപ്റ്റഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ഫ്രാൻസാണ്. അതേസമയം ജർമ്മനിയെ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഇപ്പോൾ ഒരു ആണവ നിലയവും ഇല്ല. ഇത് ആളുകളുടെ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് കർശനമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന നിയമങ്ങളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെറുതെ ന്യൂക്ലിയർ ഇന്ധനം എടുത്തുകൊണ്ടൊരു പവർ പ്ലാന്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ അമേരിക്കയുടെ നാസയ്ക്ക് പോലും അവരുടെ പേടകങ്ങൾക്കകത്ത് ബാറ്ററിയായിട്ട് ഉപയോഗിക്കാൻ യുറേനിയം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളും സുരക്ഷാപരമായിട്ടുള്ള പ്രശ്നവും ഇതിനെ ഇപ്പോഴും ബോംബാക്കാൻ പറ്റില്ല എന്നുള്ള ചോദ്യവുമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ആളുകൾക്കിടയിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും ആണവ പദ്ധതികളെ എതിർക്കുന്ന വലിയൊരു തലമുറ ഉണ്ട്. അത് അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവർക്കുള്ളത് കൊണ്ട് തന്നെ ഈ ക്ലീൻ എനർജി എന്ന് പറയുന്ന പദ്ധതിക്ക് മുകളിൽ വലിയ തോതിലുള്ള കരിനിഴലും വെല്ലുവിളികളും വരികയും ചെയ്യുന്നത് നമുക്ക് സത്യത്തിൽ ആണവ ഇന്ധനത്തെ ഒരു ഭാവിയായി കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തോറിയം പോലെയുള്ള ഡെപ്പോസിറ്റുകൾ നമ്മുടെ കടൽ തീരത്തുണ്ട് എന്നുള്ളതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാനും അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനും കഴിയുന്ന ഒരു സമൂഹവും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് എങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ യുറേനിയത്തിൽ പ്രവർത്തിക്കുന്നതും തോറിയത്തിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ചെറിയ ആണവ നിലയങ്ങളെ ഉണ്ടാക്കി ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വൈദ്യുതിക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാക്കാതെ ഭീഷണിയായിട്ടുള്ള അണക്കെട്ടുകളെ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈദ്യുതി പ്രകൃതിക്ക് ദോഷമില്ലാതെ ഫോസിൽ ഇന്ധനങ്ങളില്ലാതെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ധൈര്യവും കൃത്യമായിട്ടുള്ള പഠനവും ജനങ്ങൾക്കിടയിലുള്ള അവബോധവുമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെയും ആശങ്കകളും പേടികളും ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു വലിയ സാധ്യതയെക്കുറിച്ചുള്ള ലോകമാണ് തുറന്നിട്ടിരിക്കുന്നത്. ജിയോ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാലും സസ്റ്റൈനബിൾ എനർജി ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും AI സാങ്കേതികവിദ്യകളും ടെക്നോളജിയും വളരുന്ന ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായ കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചീപ്പായിട്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ക്ലീൻ എനർജി കിട്ടുക എന്നുള്ളത്. അതിൻ്റെ ഒരു മാർഗ്ഗം മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ